പൊന്നുമോനെ അസറപ്പെ, മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ എനിഞ്ഞ് ഏതേലും തമ്പുരാന്റെ വാക്കും കേട്ട് കാലെടുത്ത് കുത്തിയാൽ രണ്ട് കാലിൽ നീ നടക്കില്ല എന്നുറപ്പിക്കുന്നതിനുള്ള കരുത്ത് മണ്ണാർക്കാട്ട് CPM-നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കാൻ വൈകാരിക തലാണ്. ACS അവസാനം സംസാരിച്ച് അവസാനിപ്പിച്ചത് അത് ഞങ്ങളുടെയൊക്കെ വീടാണെന്നാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ആഫീസ് ഈ നാട്ടിലെ CPM-കാരനെ സംബന്ധിച്ച് അവന്റെ ജീവനായി അവൻ കാണുന്ന ഇടമാണ്. ജീവനായി കാണുന്ന അത്രമേൽ വൈകാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ നായനാർ സ്മാരക മന്ദിരത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിനെതിരായി ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമായിരിക്കില്ല ഉണ്ടാവുക എന്ന് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകള് മനസ്സിലാക്കിക്കൊള്ളണം. വൈകാരികമായ തിരിച്ചടി ഉണ്ടാകും, വൈകാരികമായ പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണം താങ്ങുന്നതിനുള്ള ശേഷിയൊന്നും ഈ നാട്ടിൽ ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പൊന്നുപോലുമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയണം. പറഞ്ഞു വന്നത്, ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തി അല്ലയോ മഹാനുഭാവ ബഹുമാന്യനായ അസറപ്പെ, അങ്ങ് ചെയ്ത പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധാണ്, അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമല്ല. പൊന്നുമോനെ അസറപ്പെ, മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ എനിഞ്ഞ് ഏതേലും തമ്പുരാന്റെ വാക്കും കേട്ട് കാലെടുത്ത് കുത്തിയാൽ രണ്ട് കാലിൽ നീ നടക്കില്ല എന്നുറപ്പിക്കുന്നതിനുള്ള കരുത്ത് മണ്ണാർക്കാട്ട് CPM-നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാ. ഇത് കാലം കുറെ ആയല്ലോ ഈ കോലിട്ട് കുത്തു തുടങ്ങിയിട്ട്. ഈ കോലിട്ട് കുത്തുന്ന ഘട്ടത്തിലൊക്കെ പരിധിക്കപ്പുറത്തേക്ക് സംയമനം പാലിച്ച പ്രസ്ഥാനം മണ്ണാർക്കാട്ട് CPM. എത്രയോ തവണ സംയമനം പാലിച്ചു. എല്ലാ കോലിട്ട് കുത്തലിന്റെ ഘട്ടത്തിലും ഒട്ടെ സാരല്ല എന്ന് പറഞ്ഞ ആളുകളാ. നിങ്ങൾ എന്താ കരുതിയത്? തിരിച്ചു പ്രതികരണമില്ലാത്തത് ഈ പാർട്ടിക്ക് മണ്ണാർക്കാട് അങ്ങാടിയിൽ ശേഷിയില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ആ ശേഷി കാണാൻ വേണ്ടി പോണ ദിവസങ്ങളാണ്. ഇറങ്ങി അങ്ങ് അടിക്കാൻ മണ്ണാർക്കാട്ട് CPM തീരുമാനിച്ചാൽ ഏതെങ്കിലും പുന്നാര മക്കളെ ഈ മണ്ണാർക്കാട്ട് അങ്ങാടി കൂടെ വടക്കും കിഴക്കും നടക്കും എന്ന് കരുതുന്നുണ്ടോ? നടക്കില്ല. ആ നിലയിലേക്ക് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളണം. ആശീർവാദം കൊടുക്കുന്നവരും അവസാനിപ്പിച്ചു കൊള്ളണം. ആ ആശീർവാദത്തിന്റെ പുറത്തെ തെമ്മാടിത്തരത്തിന് ഇറങ്ങി പുറപ്പെടുന്നവരും അവസാനിപ്പിച്ചു കൊള്ളണം. ഇതിനിടയിൽ ഇന്നലെ ഈ ആക്രമണം ഉണ്ടായി. തുടർച്ചയായി ചില വാർത്തകൾ വരികയാണ് ചില മാധ്യമങ്ങളിൽ. ഈ ആക്രമണം അഴിച്ചുവിട്ടാൻ CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അവനൊരു CPM അല്ലാട്ടോ. അവൻ ഇന്നലെയും CPM ആയിരുന്നില്ല, ഇന്നും CPM അല്ല, നാളെയും CPM അല്ല. അവൻ ഏതോ ഫാൻസ് അസോസിയേഷനാ. അവൻ ഇന്നും ഫാൻസ് അസോസിയേഷനാ, ഇന്നലെയും ഫാൻസ് അസോസിയേഷനാ. അങ്ങനെ കുറെ ഫാൻസ് അസോസിയേഷൻകാരെ നിങ്ങൾക്ക് മണ്ണാർക്കാടിന്റെ പല മുക്കിലും മൂലയിലും കണ്ടെന്ന് വരാം. അവരെയൊന്നും CPM-ന്റെ അക്കൗണ്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ടി ഒരു മാധ്യമ സ്ഥാപനങ്ങളും മെനക്കെടുന്നതല്ല. അവനൊന്നും ഒരു CPM അല്ല. എനിക്ക് ഫാൻസ് അസോസിയേഷൻകാരെ നല്ല മര്യാദയ്ക്ക് വിലക്ക് നിർത്താൻ അറിയാം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ചില ചട്ടമ്പികൾ കാണും. ഇവിടെയൊക്കെ നാട്ടിൽ എവിടെ ചെന്നാലും ചില ഊച്ചാളി ചട്ടമ്പികൾ ഉണ്ടാവും. ഈ ഊച്ചാളി ചട്ടമ്പികളുടെ ആകെ വിചാരം ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ്, ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഊച്ചാളി ചട്ടമ്പികളുടെ വിചാരം. ഇന്നലത്തോടെ മണ്ണാർക്കാട്ട് സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനുമല്ല, ബിലാലുമല്ല, പടക്കം ബഷീർ മാത്രമാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും ബോധ്യായി. പടക്കം ബഷീറാണ്. ഇനി പോട്ടെ പറയുകയും ഞാൻ പടക്കം ബഷീറല്ല, ഞാൻ വീണ്ടും ബിലാലാണെന്ന്. അങ്ങനെയാണ്, ആയിക്കോട്ടെ, ബിലാലാണെന്ന് തന്നെ വെച്ചോ. ഇനി ബിലാലാണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം. ബിലാലി അരട്ടവസരിട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ആയിരുന്നില്ല. ആ ബിലാലിനെ അരട്ടവസരിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ബിലാലായി മാറിയത്. അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തരായതിനു ശേഷം ബിലാലി സായിപ്പുടോണിയായി മാറി. മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിലാലെ ഒരൊറ്റ കാര്യം പറയാം, മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയുമുണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പുടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണൂല.
അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഏർപ്പാട് ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാൻ കർശനമായി തന്നെ മണ്ണാർക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഊഷ്മളമായി